ഹായ് സ്റ്റുഡൻസ്, ലാസ്റ്റ് ഡേ നമ്മൾ എൻഡ് ചെയ്തത് ലാസ്റ്റ് മൊഡ്യൂൾ 5th മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ആയിരുന്നു. സോ ടുഡേ വി ആർ മൂവിങ് ഓൺ ടു ദ മൊഡ്യൂൾ നമ്പർ 4. ഇതുവരെയുള്ള മൊഡ്യൂൾസിൻ്റെ അസൈൻമെൻറ്റ്സ് എല്ലാവരും നിങ്ങൾ കമ്പൽസറി ആയിട്ട് വെച്ചിരിക്കണം. ഡിലേ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്സ് കുറയും. ബി അവെയർ ഓഫ് ദാറ്റ്. ഓക്കെ, സോ നൗ വി ക്യാൻ മൂവ് ടു ദി ന്യൂ ലെക്ചർ ദാറ്റ് ഈസ് ഓൺ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. എന്താണ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. So in this, the module consists of what is green entrepreneurship, then its definition, meaning, scope, nature and characteristics, green entrepreneurship in India, difference between conventional and green ownership. ഇത് വളരെ സിമ്പിളാണ്, ചെറിയ മൊഡ്യൂളാണ്. ഇൻ വൺ ലെക്ചർ നമുക്ക് ഓൾമോസ്റ്റ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് സോ സിമ്പിൾ. അത്രയും ചെറിയ മൊഡ്യൂളാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ക്യാൻ ഗോ ഇൻ ടു വാട്ട് ഇസ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. അതിനെ നമുക്ക് ഗ്രീൻ ബിസിനസ് എന്നും പറയാം. ഇറ്റ്സ് എ സ്മാർട്ട് ബിസിനസ്. നമുക്ക് പറയാം ഇതൊരു സ്മാർട്ട് ബിസിനസ് സ്ട്രാറ്റജിയാണ് ഗ്രീൻ ബിസിനസ്. ഗുസ്റ്റവ് ബെർലെ 1991 ഹാസ് ഡിഫൈൻഡ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് ആസ് ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ദാറ്റ് ക്യാൻ സേവ് ദ എർത്ത് ആൻഡ് മേക്ക് യു മണി. എർത്തിനെ സേവ് ചെയ്യാൻ നമുക്ക് പൈസയും തരുന്ന ഒരു കൊളാബറേറ്റീവ് മെത്തേഡാണ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. വി വോണ്ട് മണി, along with that we want to conserve the resources and the environment. Okay, activity of consciously addressing environmental issue through the realization of the entrepreneur ideas with minimal loss to the natural environment, but at the same time is financially sustainable. What is that? That is, നമ്മൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിനെ സേവ് ചെയ്യണം. along with that we want to address the environment issue through the realization of the entrepreneurial ideas. Entrepreneurial ideas വേണം, അതേപോലെ മിനിമം loss to the environment വേണം. Similarly, we want to address the environmental issues at the same time. That is financially sustainable. ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. It can also be told as eco entrepreneurship. Eco means something related to the protection of environment. അപ്പോൾ എക്കോ ക്ലബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി. സോ എവറിത്തിങ് ഇസ് റിലേറ്റഡ് ടു ദ എൻവയോൺമെൻറ്റ്. അങ്ങനെയുള്ളൊരു ഓൺട്രപ്രണർഷിപ്പിനെയാണ് നമ്മൾ എക്കോ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ എക്കോളജിക്കൽ ഓൺട്രപ്രണേഴ്സ്. ദോസ് പേഴ്സൺസ് ഹു ആർ ഡൂയിങ് ദിസ് ആക്ടിവിറ്റീസ് ഇസ് കോൾഡ് ദ എക്കോളജിക്കൽ ഓൺട്രപ്രണേഴ്സ്. ഇറ്റ് ഈസ് റിയലി ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. ഇപ്പോഴത്തെ ഒരു പ്രോഫിറ്റ് സെയിൽസിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഗോൾസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നൗ ഇതിനകത്ത് എന്തൊക്കെയാണ് കൊള്ളുന്നത് എന്ന് വെച്ചാൽ വാട്ട് ഇറ്റ് കംപ്രൈസ് ഓഫ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ റിസ്ക്. ഇതെപ്പോഴും ഒരു റിസ്ക്കിയാണ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് ഇസ് ഓൾവേസ് റിസ്ക്കി. നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഗ്രീൻ ആയിട്ട് രീതിയിലൊരു മെത്തേഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ഇറ്റ് വിൽ ബി സക്സസ്ഫുൾ ഓർ നോട്ട്. ഇറ്റ് ഈസ് നോട്ട് ഇൻ എ ഹാൻഡ്സ് ഓഫ് us. സോ എവറി ടൈം ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് ഇസ് എ റിസ്ക്കി ബിസിനസ്. ആ ഓൺട്രപ്രണർഷിപ്പ് എപ്പോഴും റിസ്ക്കി ആയിരിക്കും. സെക്കൻഡ്, ഇറ്റ് ഈസ് ഇന്നോവേറ്റീവ്. ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഇന്നോവേറ്റീവ് ഐഡിയാസ് വേണം. എങ്ങനെ സസ്റ്റൈനബിളി നമുക്ക് ബിസിനസ് ചെയ്യാം, പൈസ ഉണ്ടാക്കാം എന്നുള്ളത് ഒരു ഇന്നോവേറ്റീവ് പ്രോസസ്സാണ്. വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് മെനി വേസ് ഓഫ് വിച്ച് വൺ വിൽ ബി ദ ബെസ്റ്റ് വൺ. Okay, next, brand new business idea. A totally new business idea will be required in an eco entrepreneurship. അല്ലെങ്കിൽ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പിൽ എപ്പോഴും ഒരു ന്യൂ ബിസിനസ് ഐഡിയയുടെ ജനറേഷൻ ഉണ്ട്. ന്യൂ ബിസിനസ് ഐഡിയ ഈസ് റിക്വയർഡ്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, എക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ്. Always it involves an ecological and social engagement. Okay, these are the major components or what it comprise of. Ecological entrepreneurship or green entrepreneurship consists of risk, innovation, brand new business idea, and ecological and social engagement. These are the main things included. Okay, eco entrepreneur changes the destroying conventional production methods with eco-friendly ones. Always it will change the destroying conventional method. Normal conventional method la eppozhum oru entrepreneurship will be effective to the, or it will affect badly with the environment. But in eco entrepreneurship we will be destroying this conventional method and moving on to eco-friendly ones. These are the importance of eco entrepreneurs and green entrepreneurship. Then next we can go into what is a scope.
എന്തിനാണ് നമ്മളിത് പഠിക്കണേ എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ സ്കോപ്പ്? ഫസ്റ്റ്, ഓഫറിംഗ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് വിച്ച് റെഡ്യൂസ് ദ നെഗറ്റീവ് എഫക്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. Through green entrepreneurship, we are providing products and services that reduce the negative effect on the environment. Environmentally least effect ചെയ്യുന്ന റിസോഴ്സസ് അല്ലെങ്കിൽ പ്രൊഡക്ട്സും സർവീസസും ആയിരിക്കും ഗ്രീൻ ഓൺടർപ്രീനർഷിപ്പിൽ നിന്ന് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ introduction of new ecological solution to problems connected with production and consumption of product and services. നമ്മൾ പുതിയ മെത്തേഡ്സ് അല്ലെങ്കിൽ പുതിയ എക്കോളജിക്കൽ സൊല്യൂഷൻസ് ആണ് ഓരോ പ്രശ്നങ്ങൾക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ പ്രൊഡക്ഷനിൽ ഇങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനായി കിട്ടുന്ന ഓൾവേസ് വിൽ ബി ന്യൂ എക്കോളജിക്കൽ സൊല്യൂഷൻ വിച്ച് ഇസ് സംതിങ് റിലേറ്റഡ് ടു ദ എക്കോളജി, ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി. എല്ലാം ബയോളജിക്കലായിട്ടായിരിക്കും ചെയ്യുന്നത്. This is the second importance. Then third scope is developing new business model which might lead to sustainable economic development. Sustainable economic developmentലേക്ക് നയിക്കുന്ന ബിസിനസ് മോഡൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് finding new possibilities in the market which are in connection with the demand and new way of thinking of the living of the society. ഒരു ഡിമാൻഡിനനുസരിച്ച് എങ്ങനെയൊക്കെ നമ്മൾ മാർക്കറ്റ് മാറണം എന്നുള്ള കുറച്ച് പോസിബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദീസ് ആർ ദി സ്കോപ്പ് ഓഫ് ഗ്രീൻ ഓൺടർപ്രണർഷിപ്പ്. വാട്ട് ആർ ദേ? Offering products and services which reduce negative effect on the environment, introduction of new ecological solution to problems connected with production and consumption, developing new business models which might lead to sustainable economic development, and finding new possibilities in the market which are in connection with the demand and the new way of living of the ecosystem. Okay, living of the society. These are some of the scope of green entrepreneurship. സോ ഇപ്പോൾ നമ്മൾ സ്കോപ്പ് പഠിച്ചു, അതേപോലെ ഇതിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെയാണ് ഒരു ഗ്രീൻ ഓൺടർപ്രീനർഷിപ്പിന് ഉണ്ടായിരിക്കേണ്ടത്? ഓർ വാട്ട് ആർ ദി മേജർ ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് വൺ, എക്കോ ഫ്രണ്ട്ലി ബിസിനസ്. ഇറ്റ് ഈസ് നോർമലി ആൻ എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ബിസിനസ്. വാട്ട്? ഗ്രീൻ ബിസിനസ്. ദെൻ ഇറ്റ് മേക്സ് ദ വേൾഡ് സേഫർ ആൻഡ് ഹെൽത്തിയർ. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ഒരു എർത്തിൽ ഉണ്ടാക്കില്ല. ദാറ്റ് ഈസ് ഇറ്റ് മേക്സ് ദ വേൾഡ് സേഫർ ആൻഡ് healthier. It uses products made of recycled material. We are using materials which are made up of recycled material. Then create job opportunities, reduce costs, reduce negative impact on the environment, protect consumers and clients. Consumers and clients protect ചെയ്യാനും this is one of the best method, that is green business. Then ഇനി ഗ്രീൻ ബിസിനസ് നമ്മൾ എങ്ങനെയാണ് കോസ്റ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ പ്രോഫിറ്റ് കൂട്ടുക എന്ന് നോക്കിയാൽ ദർ ആർ മെനി വേസ്. ഗ്രീൻ ബിസിനസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനകത്ത് പ്രോഫിറ്റ് കൂട്ടാം, ബട്ട് കോസ്റ്റ് നല്ലപോലെ കുറയ്ക്കാം ബൈ യൂസിങ് റിഡ്യൂസ്ഡ് എനർജി. കുറച്ച് എനർജി മെത്തേഡ് മാത്രമാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ വി ആർ യൂസിങ് സം ടെക്നോളജി ബേസ്ഡ് ഓൺ ലോ എനർജി കൺസപ്ഷൻ, ദെൻ ഇറ്റ് ഈസ് ലീഡിങ് ടു ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ profit. Then buy recycle and effects to minimize waste while production time then minimizing the waste should be the one of the best thing to be done to reduce cost and enhance profit. Then by optimizing supply chains, thereby minimizing the traveling expenditure. The supply chain കുറയ്ക്കുകയാണ്, അങ്ങനെയാകുമ്പോൾ ട്രാവൽ എക്സ്പെൻഡിച്ചറും കുറയും. By availing special rebate and incentives available for the green marketing. ഗ്രീൻ മാർക്കറ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രീൻ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നവർക്ക് ഒരു ഇൻസെൻറ്റീവ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ റിബേറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ഓക്കെ, ദീസ് ആർ സം ഓഫ് ദ വേസ് വി ക്യാൻ റിഡ്യൂസ് ദ പ്രൈസ് ആൻഡ് ഓൾസോ എൻഹാൻസ് ദ profit by reduced energy, by recycle and effects to minimize waste while production, by optimizing supply chain, thereby minimizing traveling expenditure, by availing special rebate and incentives available for green market. These are the major ways in which we can reduce the cost and also enhance the profit. Now നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുക. എന്തൊക്കെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കാം? വാട്ട് ഇസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്? സംതിങ് ഇൻ എക്സ്ട്രാ ടു ദി കോമ്പറ്റീറ്റർ. നമുക്ക് എന്താണ് അവരിൽ നിന്ന് വ്യത്യസ്തമായുള്ളത്? ദാറ്റ് വിൽ ബി ഡിസ്കസ് ഇൻ ദ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ്. പുട്ടിങ് എഫേർട്സ് ടു അട്രാക്ട് ന്യൂ ഗ്രീൻ കൺസ്യൂമേഴ്സ് ആൻഡ് ഓപ്പണിംഗ് ന്യൂ മാർക്കറ്റ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദി മെത്തേഡ്. നമ്മൾ പുതിയ ഗ്രീൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ മാർക്കറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ന്യൂ സ്ട്രാറ്റജി ഷുഡ് ബി ഫോം ടു ബിൽഡ് കോർപ്പറേറ്റ് ഇമേജ് ആൻഡ്
ബ്രാൻഡ് ഇമേജ്. പുതിയ സ്ട്രാറ്റജി സെലക്ട് ചെയ്യും ഫോർ കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇമേജ്. എൻഹാൻസ് ദ പെർസെപ്ഷൻ ഓഫ് ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അബൌട്ട് ദ ഗ്രീൻ ബിസിനസ് ഓർ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഗ്രീൻ ബിസിനസ്സിൽ കാണുന്ന രീതിക്ക് ഒരു മാറ്റം കൊണ്ടുവരിക. ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ ക്യാപിറ്റലൈസ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. എങ്ങനെയാണ് ഒരു ഫേമിന് വേറൊരു ഫേമായിട്ട് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്ററിന് എതിരെയായിട്ട് ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അവരെക്കാളും എങ്ങനെ നമുക്ക് ഔട്ട് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് ഗ്രീൻ ബിസിനസ്സിലൂടെ എങ്ങനെ ചെയ്യാമെന്നാണ് ഇനി പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഗ്രീൻ കസ്റ്റമേഴ്സിനെ കൂട്ടുക, ന്യൂ മാർക്കറ്റ്സ് കൂട്ടുക, അതുപോലെ കോർപ്പറേറ്റ് ഇമേജ് ആൻഡ് ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി കണ്ടുപിടിക്കുക. ആൻഡ് ഓൾസോ പെർസെപ്ഷൻ, നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പെർസെപ്ഷനെ മാറ്റുക. അവർ ജസ്റ്റ് ബിസിനസ് എന്ന കൺസെപ്റ്റിൽ നിന്ന് ഗ്രീൻ ബിസിനസ് അല്ലെങ്കിൽ എൻവയോൺമെൻ്റലി പ്രൊഡക്ട്സ് എന്ന രീതിയിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പെർസെപ്ഷൻ മാറ്റുക. ഇങ്ങനെ നമുക്ക് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് റീച്ച് ചെയ്യാം. ദെൻ another thing is that how can we make the world safer and healthier? എങ്ങനെയാണ് വേൾഡിനെ സേഫർ ആൻഡ് ഹെൽത്തിയർ ആക്കുക? ത്രൂ ഗ്രീൻ മാർക്കറ്റിംഗ് എന്നാണ് ഇനി പറയുന്നത്. Reduce the environmental impacts. If we are changing to some of the renewable methods for പ്രൊഡക്ഷൻ, ഒരു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് ഒക്കെ വെക്കത്തില്ലേ, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി, അവിടെ കുറേ എഫ്ലുവൻസ് റിലീസ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ നമ്മൾ എഫ്ലുവൻറ്റ് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ, ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വെക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സ് ആർ റെഡ്യൂസ്. ഇൻ ദാറ്റ് കേസ് വി ആർ ഡൂയിങ് സംതിങ് ഫോർ ദി ecology. So that is one of the way. Then do practice corporate social responsibility in business. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു ടേം വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ബിസിനസ്സിൽ. നമ്മൾ കേൾക്കാറുണ്ട് ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റിൻ്റെ 2% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വെക്കണമെന്ന്. because that is something done for the employees within the organization and also the society, also for the society. അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മളൊരു ഗ്രീൻ എൻട്രപ്രണർഷിപ്പിലേക്കാണ് മാറുന്നത്. ദെൻ ബിൽഡ് കമ്മ്യൂണിറ്റി ഗുഡ് വിൽ. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. അവരുടെ മനസ്സിൽ നമ്മുടെ കമ്പനിയെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രീനെ പറ്റിയിട്ടൊരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് യു വോണ്ട് ടു ക്രിയേറ്റ് എ ഗുഡ് വിൽ ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി പീപ്പിൾ. നോർമൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഡെവലപ്പ് ചെയ്യുക. ദസ് ഇസ് കമ്മ്യൂണിറ്റി ഗുഡ്, ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ഗുഡ് വിൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ റിസ്ക് കുറയ്ക്കുക. നമ്മൾക്ക് എപ്പോഴും ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ റിസ്ക്കിയാണ്. അതിൽ എങ്ങനെ അത് ഒരു ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ് കൂടെ ആകുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് മോർ റിസ്ക് ടു ദി പ്രൊഡക്ഷൻ. ഓക്കെ, അതെങ്ങനെ കുറയ്ക്കാൻ പറ്റും? ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ബൈ ബിൽഡിംഗ് പബ്ലിക് കോൺഫിഡൻസ്. പബ്ലിക്കിൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ, ഞങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കാരണം നിങ്ങൾക്ക് ഒരിക്കലും എൻവയോൺമെൻറ്റ് ഇമ്പാക്ട്സ് വരില്ല എന്ന രീതിയിലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക പബ്ലിക്കിൽ. ദെൻ റിക്രൂട്ട് ടോപ്പ് ടാലൻറ്റ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. ഓരോരോ സോഴ്സസ് ഉണ്ട്, പല പല ഫീൽഡുകളിലെ എക്സ്പേർട്സുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവർ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുക. സോ ദേ വിൽ ബി ഹാവിങ് ഗ്രേറ്റർ ഐഡിയാസ് ടു how to make all the process eco-friendly. So that is recruit top talent. Then improve employee morale and ensure long-term retention. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന എംപ്ലോയീസിനെ അല്ലാതെ പെർമനൻറ്റ് എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യുക ഫോർ അവർ ഓർഗനൈസേഷൻ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ എംപ്ലോയീസിന് നമ്മളോടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസം ഇൻഡസ്ട്രി ആയിട്ടുള്ള കൂടും. സോ ദേ വിൽ try to give more of the methods in which we can introduce environmental effects. environmental effects ഉണ്ടാവാതിരിക്കുന്ന രീതിയിലുള്ള എക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ്സ് എല്ലാം ഇവർ നമുക്ക് പറഞ്ഞു തരും. സോ ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് വി ക്യാൻ റീറ്റെയിൻ ആൻഡ് അട്രാക്ട് ടോപ്പ് ടാലൻറ്റ്. That is, increase the productivity by building public confidence, recruit top talent from different sources, and also improve employee morale and ensure long-term retention. Retention എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചു നിർത്തുന്നില്ലേ എംപ്ലോയീസിനെ, അതിനെയാണ് റിട്ടൻഷൻ എന്ന് പറയുക. അട്രീഷൻ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോകുന്നത്, ആൾക്കാർ ജോലി ഇട്ടിട്ട് പോകത്തില്ല, അതിനെ അട്രീഷൻ. if we are retaining them, it is called retention. Attrition and retention. These are the ways in which we can retain and attract top talent. ഈ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പിന് വേണ്ടി തന്നെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ചെയ്യണം, അതായത് വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പാണ് ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, വി വോണ്ട് ടു മേക്ക് ആൻ എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ദി പ്രൊഡക്റ്റ്, സർവീസസ് ആൻഡ് സിസ്റ്റം. ആദ്യം ഒരു എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് ചെയ്യണം.
നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് 2020 എന്ന് പറഞ്ഞ് ഓഗസ്റ്റ് 11-നുള്ളിൽ സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇൻ വിച്ച് വി ഓൾ വർ റെഡി, ദാറ്റ് വി ഓൾ വർ ഗിവൺ ഓപ്പർച്യൂണിറ്റി ടു വോട്ട് ഫോർ സം ഓഫ് ദി എൻവയോൺമെൻറ്റൽ കോഴ്സസ്. എന്ത് എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ആണ് നമ്മളുടെ കൺട്രി അല്ലെങ്കിൽ നമ്മുടെ വേൾഡിൽ നടക്കുന്നത്, അതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാൻ വേണ്ടി ഒരു പോർട്ടൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വകെ ഓപ്പൺ ആയിരുന്നു. അതേപോലെ നമ്മൾ ഓരോ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇൻഡസ്ട്രി റൺ ചെയ്യുമ്പോൾ അവർ കാരണം ഉണ്ടാകുന്ന എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്സിൻ്റെ ഒരു അസസ്മെൻറ്റ് ഓരോ ഇൻഡസ്ട്രിയും ചെയ്യാം. മറ്റേത് ഗവൺമെൻറ് ടോട്ടലി ചെയ്തതാണ്. ഇവിടെ ഓരോ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഓരോ കമ്പനിയും എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓർ അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓഫ് പ്രൊഡക്റ്റ്, സർവീസസ് ആൻഡ് സിസ്റ്റം. സം ഓർഗനൈസേഷൻ വിൽ ബി ഗിവിങ് ഔട്ട് പ്രോഡക്റ്റ്, ചിലവർ സർവീസസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്, സം ആർ ഡൂയിങ് ദ സിസ്റ്റം, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം, അങ്ങനെയാവാം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി ഫോർ സേവിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. എങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ഓഫ് സേവിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഷുഡ് ബി ഐഡൻറ്റിഫൈഡ്. തേർഡ്, ലൈഫ് സൈക്കിൾ അനാലിസിസ് ഓഫ് സസ്റ്റൈനബിലിറ്റി. നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഇല്ലാത്ത ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എത്രത്തോളം ലൈഫ് സൈക്കിൾ ഉണ്ട്, അത് എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂ ചെയ്യുമോ അതോ ഇഫ് ഇറ്റ് വിൽ എൻഡ് ഇൻ ബിറ്റ്വീൻ എന്നുള്ള ഒരു അനാലിസിസ് നമ്മൾ നടത്തണം. ലൈഫ് സൈക്കിൾ അനാലിസിസ് ഓഫ് ദോസ് മെത്തേഡ്സ്, ദാറ്റ് ഇസ് സസ്റ്റൈനബിലിറ്റിയുടെ മെത്തേഡ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ആ നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡാണോ, അതിന് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള അസസ്മെൻറ്റും കൂടെ നമ്മൾ നടത്തണം. ആൻഡ് ലാസ്റ്റ് വൺ, എൻവയോൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് അസസ്മെൻറ്റ് ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് ദ പ്രൊഡക്റ്റ്. ഫസ്റ്റ് നമ്മളൊരു എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ദ പ്രൊഡക്റ്റ് ചെയ്തു, ഇനി അതിൻ്റെ എക്കണോമിക്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ അസസ്മെൻറ്റ് ചെയ്യാം. എൻവയോൺമെൻറ്റ് ചെയ്തു, സോഷ്യൽ ആൻഡ് എക്കണോമിക് കൂടെ ചെയ്യുക ഡ്യൂറിങ് ദ ലൈഫ് സൈക്കിൾ, നമ്മുടെ ആ പ്രോസസ്സിൻ്റെ ഇടയിൽ. മറ്റേത് സ്റ്റാർട്ടിങ്ങിൽ ചെയ്തു, ഇനി ഓരോരോ പ്രോസസ്സിലും ഈ അസസ്മെൻറ്റ് ഓക്കെ അല്ലേ എന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ദീസ് ആർ ദ വേരിയസ് സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ഓൺടർപ്രണർഷിപ്പ്. വാട്ട് ആർ ദേ? മേക്ക് ആൻ എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് ഓഫ് ദി പ്രൊഡക്ട്സ്, സർവീസസ് ആൻഡ് സിസ്റ്റം, ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റി ഫോർ ദ സേവിങ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്, life cycle analysis of sustainability, and environment, social and economic assessment of life cycle of product or service. ഇതാണ് നമ്മൾ പല പല സ്റ്റെപ്സ് ചെയ്യേണ്ടത് ഇതിൽ ഗ്രീൻ ഓൺടർപ്രണർഷിപ്പിൽ. ആൻഡ് സം അതർ സ്റ്റെപ്സ് ആർ, ആഫ്റ്റർ ദിസ് വി വോണ്ട് ടു ഡു കാൽക്കുലേഷൻ ആൻഡ് മിറ്റിഗേഷൻ ഓഫ് കാർബൺ ഫുട് പ്രിൻറ്റ്. കാർബൺ ഫുട് പ്രിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോ കാർബൺ എന്താ നമ്മളുടെ ന്യൂട്രിയൻ സൈക്കിളിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നതും പിന്നെ റീഗെയിൻ ചെയ്യുന്ന ഒരു എലമെൻ്റാണ് കാർബൺ. ആൻഡ് ഫുട് പ്രിൻറ്റ്സ് മീൻസ് ദ വൺ ദാറ്റ് റിമെയിൻസ്, നമ്മളുടെ ഓരോ പ്രോസസ്സ് കഴിയുമ്പോൾ ബാക്കി ഉണ്ടാവുന്നത്, അതിനെയാണ് കാർബൺ ഫുട് പ്രിൻറ്റ്സ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ഉണ്ട് എന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ വരും. ബിക്കോസ് കാർബൺ ഫുട് പ്രിൻറ്റ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളുടെ ഓർഗനൈസേഷൻ കാരണം ഒരിക്കലും ന്യൂട്രിയൻസിൻ്റെ ഡിപ്ലീഷൻ ഉണ്ടാവുന്നില്ല. ദേ ആർ റീസൈക്കിൾ ബാക്ക് ടു ദി എൻവയോൺമെൻറ്റ്. വി ഷുഡ് മേക്ക് എൻഷുർഡ്, നമ്മളത് എൻഷുർ ചെയ്തിരിക്കണം, ഉറപ്പ് വരുത്തിയിരിക്കണം നമ്മളുടെ പ്രോസസ്സ് കാരണം ഒരിക്കലും കാർബൺ ഫുട് പ്രിൻറ്റ്സ് ഇല്ലാതിരിക്കുന്നില്ല. ബിക്കോസ് ന്യൂട്രിയൻസ് ആർ ഗെറ്റിംഗ് റീസൈക്കിൾ. അത് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ക്വാളിഫിക്കേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മൾ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ചിലപ്പോൾ ഫ്യൂവലിൽ വർക്ക് ചെയ്യുന്നതാവാം, പവറിൽ വർക്ക് ചെയ്യുന്നതാവാം. സംടൈംസ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് കാർബൺ ഡയോക്സൈഡ് ഇൻ high quantity. But we want to know how much gas emissions is done or what are the ways in which we can reduce that too. That is mentioned in this step. Next, calculation of water footprint. കാർബൺ ഫുട് പ്രിൻറ്റ് പോലെ തന്നെ വാട്ടർ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ടാവും ഓർ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്സ് ഉണ്ടാവും. ഇറ്റ്സ് ഓൾസോ റീസൈക്കിൾ. ദർ ഇസ് നോ എനി problems, that is we are not reducing the water resources. It should also be ensured. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വയ്ക്കുകയാണ്, ഓരോരോ ഇൻഡസ്ട്രി സീവേജ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് വയ്ക്കുകയാണെങ്കിൽ ദാറ്റ് സീവേജ് വാട്ടർ വിൽ ബി കൺവേർട്ടഡ് ടു നോർമൽ വാട്ടർ. ഇൻ ദാറ്റ് കേസ് വാട്ടർ ഫുട് പ്രിൻറ്റ്സ് ആർ പ്രിസർവ്. എപ്പോഴും വാട്ടറിന് റിപ്ലനിഷ്മെൻറ്റ് നടക്കുന്നുണ്ട്. ദേ ആർ നോട്ട് വേസ്റ്റഡ് ഇൻ എനി ഫോം. That should be calculated. Then qualification of water footprint flows associated with the life cycle of product and cycle service. That is, we want to know if water is getting recycled with the production, along with the production of
product or the service. And the last, development of diagnosis report to minimize risk and maximize opportunities in environment fields. We want to find some of the diagnostic report. എന്തൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് എന്നുള്ള ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുക for reducing the risk and also maximizing the opportunities in environmental fields. Environment fieldsലെ opportunities കൂട്ടാൻ വേണ്ടി നമ്മളൊരു ഡയഗ്നോസിസ് റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യുക. These are the various steps in green entrepreneurship. So what are they? First, we want to make an environmental impact assessment of the product, service and system. Then find the opportunity for saving and improvement. Then life cycle analysis of sustainability, environmental, social and economic assessment of the life cycle of the product and service, calculation and mitigation of the carbon footprint and also qualification of the greenhouse gas emission. Then calculation of the water footprint and qualification of the water footprint. And last, developing the diagnosis report to minimize risk and also maximize opportunities of environmental fields. ഇങ്ങനെ ഈ വേരിയസ് സ്റ്റെപ്സിലൂടെ നമ്മൾ ഗ്രീൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പിന് തുടക്കം കുറിക്കാം. ദീസ് ആർ ദ സ്റ്റെപ്സ്. ഇനി ഗ്രീൻ ബിസിനസ്സും നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സും തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം? നമ്മൾ പറയുന്നു പഴയ മെത്തേഡ്സ് എല്ലാം മാറ്റി നമ്മൾ ഗ്രീനിലേക്ക് മാറണം. വൈ വി ആർ സെയിങ് സോ? ദാറ്റ് ഈസ് ഡിസ്കസ് ഹിയർ. ഗ്രീൻ ബിസിനസ് വിൽ റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. നമ്മളുടെ ഓരോ പ്രോസസ്സ് കാരണം ഉണ്ടാകുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സിനെ കുറയ്ക്കുന്ന രീതിയിലുള്ള ടെക്നിക്സാണ് ഗ്രീൻ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട്സ്. ബട്ട് ഇൻ ട്രഡീഷണൽ ബിസിനസ് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് വാട്ട് ആർ ദ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഓർ വാട്ട് ആർ ഈവൻ ദ എഫക്ട്സ് ഓഫ് our processes. Second, engage in forward thinking for development and concern. That is all the entrepreneurs are given an opportunity to think for the future. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടൊരു തോട്ട് വയ്ക്കാനൊരു പ്രചോദനമായിരിക്കും ഗ്രീൻ ബിസിനസ്. ബട്ട് ഇൻ ട്രഡീഷണൽ ബിസിനസ് വി ആർ നെവർ ബോതേർഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് എന്തൊക്കെ സംഭവിക്കുന്നു? വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദ ഫ്യൂച്ചർ ടു. Then third one, reduces the infrastructure cost. ഗ്രീൻ മാർക്കറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മളുടെ നോർമൽ നേച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസ് കുറവുള്ള സർവീസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദി ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ്. ബട്ട് in traditional business we all know that it requires high infrastructure cost. Infrastructure cost, initial cost വളരെയധികം കൂടുതലായിരിക്കും. That is another difference. Then increase cost of production. ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് കുറവാണെങ്കിലും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. ബിക്കോസ് വി ആർ യൂസിങ് ന്യൂ ടെക്നോളജീസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരിക്കും. ബട്ട് ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വിൽ ബി ലെസ്. ദെൻ but in traditional the cost of production will be low but the infrastructure cost will be high. That is the difference. Then satisfaction level of the employees is high. നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഗ്രീൻ രീതിയിലാണ് എല്ലാം ചെയ്യുന്നത്. ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പാണ് ഡെവലപ്പ് ചെയ്യുന്നത്. വി ആർ ഡെവലപ്പിംഗ് സംതിങ് ഫോർ ദി എൻവയോൺമെൻറ്റ് എന്നൊരു കൺസേൺ എംപ്ലോയീസിനുണ്ടാകുമ്പോൾ ദെയർ സാറ്റിസ്ഫാക്ഷൻ ലെവൽ വിൽ ബി മോർ. ബട്ട് ഇൻ ട്രഡീഷണൽ no, nothing like that. അവർക്ക് അങ്ങനെ സാറ്റിസ്ഫാക്ഷൻ വിൽ നോട്ട് ബി ബേസ്ഡ് ഓൺ എനി ഓഫ് ദ മെത്തേഡ്. ദേ വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദെയർ അവർക്ക് ബെനിഫിറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ടോ അതിനെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ. നെക്സ്റ്റ്, ഗ്രീൻ ബിസിനസ് ഒരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഇതിനകത്ത് നമ്മൾ പല സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്കോളജിക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോസസ്സൊക്കെ കണ്ടുപിടിക്കുന്നത്. സോ ഓൾവേസ് ഗ്രീൻ ബിസിനസ് ഇസ് സയൻറ്റിഫിക്. While in traditional we are not using any scientific method, we are moving on with the traditional ones. പണ്ട് യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ്സിലൂടെ തന്നെ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യും, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും. ദർ ഇസ് നത്തിങ് സയൻറ്റിഫിക് ഇൻ ട്രഡീഷണൽ ബിസിനസ്. ദെൻ ബ്രോഡ് മൈൻഡഡ്, ദി മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ബ്രോഡ് മൈൻഡഡ് ആയിരിക്കും. ദേ വിൽ ബി തിങ്കിങ് അബൌട്ട് ദെയർ പ്രോഫിറ്റ് ആൻഡ് ഓൾസോ the ways in which we can reduce the risk of environment. എൻവയോൺമെൻറ്റ് റിസ്ക് കുറച്ച് നമുക്കെങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാകും എന്ന രീതിയിൽ പല ആൾക്കാർ ചിന്തിക്കുന്ന ഒരു ബ്രോഡ് മൈൻഡഡ് കാറ്റഗറി ആയിരിക്കും ഗ്രീൻ ബിസിനസ്സിലേക്ക് മാറുന്നത്. ബട്ട് ഇൻ those who are following the traditional business will be having only narrow mind. Their narrow mind only functions for the profit of organization. Profit എന്ന ചിന്ത മാത്രമായിരിക്കും ട്രഡീഷണൽ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ഉള്ളത്. ഓക്കെ, ദീസ് ആർ ദി
difference between the green business and traditional business. That is about the impact, then about the environment concern, infrastructure cost, cost of production, satisfaction level, method, scientific or traditional, then broad-mindedness. These are the criteria for this classification. ഇനി ഈ ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പിന് നമ്മളുടെ ഇന്ത്യ എടുത്തിരിക്കുന്ന ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി പറയുന്നത്. നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി 2006 NEP 2006 says that they are the national clear policies and rules to implement environment rules. എൻവയോൺമെൻറ്റിൽ പല പല റൂൾസ് ഉണ്ട്. എൻവയോൺ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്, അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ആക്ട് ഉണ്ട്. ദീസ് ഓൾ വർ ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ ദി ബെറ്റർമെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പറയുന്ന എന്താണ്, ഈ ഓരോ കമ്പനി ഇത്രയും പൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, അതുപോലെ വെഹിക്കിൾസിനുണ്ട്, ദർ ഷുഡ് ബി നോ എമിഷൻ, ഓവർ എമിഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ടു ദി എൻവയോൺമെൻറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഇങ്ങനെയുള്ള ആക്ട്സ് എല്ലാം വരുന്നത് NEP-യുടെ ഉള്ളിലാണ്. ദാറ്റ് ഈസ് നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി 2006. Then second one, small scale industries. 40% of the total industrial production use traditional method. ട്രഡീഷണൽ മെത്തേഡ് 40% ഇൻഡസ്ട്രീസ് യൂസ് ചെയ്യുന്നു. ബാക്കി 60 മെത്തേഡ്സ് ആർ യൂസിങ് ദ സയൻറ്റിഫിക് മെത്തേഡ്, ദാറ്റ് ഈസ് ഗ്രീൻ മാർക്കറ്റിംഗ്. ദെൻ എഫേർട്സ് ടേക്കൺ. വാട്ട് ആർ ദി എഫേർട്സ് ടേക്കൺ ബൈ ദി ഇന്ത്യ? ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ്. പല ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ഇൻ എ വേ വി ആർ റെഡ്യൂസിങ് ഇമ്പാക്റ്റ് ഓൺ ദി എൻവയോൺമെൻറ്റ്. നമ്മൾ കൂടുതലും ഓൺലൈൻ ട്രാൻസ്ഫേഴ്സ് ചെയ്യുന്നു, എമൗണ്ട് ക്യാഷ് പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. Online payment ആകുമ്പോൾ there is no physical movement of anything. So where there is less physical movement, it means there is less environmental impact. Then green customer counters. നമ്മൾ ഗ്രീൻ കസ്റ്റമർ കൗണ്ടേഴ്സ് അല്ലെങ്കിൽ ATM, ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്നുള്ളതല്ല, ഗ്രീൻ കസ്റ്റമർ കൗണ്ടേഴ്സ് ആക്കി. ദെൻ സോളാർ എക്യുപ്മെൻറ്റ്, CNG വെബ്സൈറ്റ്സ് എക്സെട്ര, CNG വെഹിക്കിൾസ് എക്സെട്ര. ദാറ്റ് ഈസ് നമ്മൾ ഇപ്പം സിയാൽ എയർപോർട്ട് നോക്കുകയാണെങ്കിൽ, സിയാൽ മീൻസ് കൊച്ചിൻ എയർപോർട്ടിൽ കാണാറുണ്ട് നമ്മൾ ഒരു ഏരിയ ഫുൾ സോളാർ പാനൽസ് വെച്ചിരിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് മെൻറ്റ് ഫോർ ദി ഫുൾ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് സിയാലിൻ്റെ ഫുൾ ആക്ടിവിറ്റീസ് നടക്കുന്ന ആ പാനലിലൂടെയാണ്. സോ ഇറ്റ് ഈസ് ഹാവിങ് എ ഗ്രേറ്റർ കൺസേൺ ഫോർ ദ എൻവയോൺമെൻറ്റ്. ഒരു സോളാർ എനർജി യൂസ് ചെയ്ത് ഫുൾ ഒരു എയർപോർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് വെരി ഹൈലി equipped, that is sophisticated machineries ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇസ് വൺ ഓഫ് ദി ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് ഇന്ത്യൻ ഇനിഷ്യേറ്റീവിൽ പറയാൻ പറ്റുന്നതാണ് സിയാൽ എയർപോർട്ട്. ആൻഡ് ഓൾസോ സം ഓഫ് ദി ടെക്നോളജിക്കൽ പാർക്സ് ഒക്കെ ഇല്ലേ, ടെക് പാർക്സ് ഒക്കെ ഇല്ലേ, ഇൻഫോ പാർക്ക്, അതിങ്ങനെ ടെക്നോളജിക്കൽ പാർക്ക്, അങ്ങനെയുള്ള പാർക്സിലൊക്കെ നമ്മൾ കുറേ ടെക്നോളജീസ് കൊണ്ടുവന്നിട്ടുണ്ട് എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് കുറയ്ക്കുന്ന രീതിയിൽ. ഗ്രീൻ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഗ്രീൻ ബിസിനസ് ആണ് അവരും കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ലൈക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല എൻവയോൺമെൻറ്റൽ പ്ലാൻസ് ഉണ്ടാകുന്നുണ്ട്. സെഗ്രിഗേഷൻ ആൻഡ് ഇൻസിൻട്രേഷൻ, നമ്മൾ ആ വേസ്റ്റുകളെ കുറയ്ക്കാൻ, വേസ്റ്റ് കാരണം പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ദീസ് മെത്തേഡ്സ്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സിസ്റ്റം, ദാറ്റ് ഇസ് അവയർനെസ് പ്രോഗ്രാം. നമ്മൾ പല രീതിയിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. പൊല്യൂഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് ചെയ്യണം. അതുപോലെ കുറച്ച് നാൾ മുമ്പ് നടന്ന എൻവയോൺമെൻറ്റ് ഡേക്ക് നമ്മൾ എന്താണ് ചെയ്തത്, July 5th we were giving a recommendation for everyone to plant at least one tree in their compound. അവരുടെ കോമ്പൗണ്ടിൽ ഒരു ട്രീ എങ്കിലും നടൂ എന്ന രീതിയിൽ നമ്മളൊരു അവയർനെസ് കൊടുക്കുക. ബിക്കോസ് ട്രീസ് ആർ ദി സോഴ്സ് ഓഫ് ഓക്സിജൻ ഫോർ us. അവരാണ് നമുക്ക് ഓക്സിജൻ തരുന്നത്. സോ വി വോണ്ട് ടു പ്രിസർവ് ദം. ഡിഫോറസ്റ്റേഷൻ കാരണം ട്രീസ് എല്ലാം കട്ടായി പോകുന്നു. സോ ഇഫ് വി ആർ ടേക്കിംഗ് സം ഇനീഷ്യേറ്റീവ് ടു പ്ലാന്റ് മോർ ട്രീസ്, ഇറ്റ് വിൽ ലീഡ് ടു some good effect in the environment. That is, we are providing something for the environment. Then Insta banking. So these are the Indian initiatives taken. So now in green entrepreneurship in India, same thing we are discussing once more, that is Jaivam project 2017-18 Jaivam project, അതുപോലെ ഫീഡിങ് ഇന്ത്യ പ്രൊജക്റ്റ് എല്ലാം ഗ്രീൻ ഓൺടർപ്രണർഷിപ്പിന് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ദെൻ ഓൾസോ സോളാർ പവർ പ്രൊജക്ട്സ് ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് അണ്ടർടേക്കിങ്സ്. കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതിൻ്റെ കുറച്ച് എക്സ്റ്റൻഷനാണ്. പ്രൊമോഷണൽ പോളിസീസ്, ഈസി പ്രൊവിഷൻ ഓഫ് ലോൺസ് ആൻഡ് ഫണ്ട്സ്, എൻവയോൺമെൻറ്റ് നോളജ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡഡ് ത്രൂ ഡിജിറ്റൽ ഗ്രീൻ മൾട്ടിമീഡിയ, ന്യൂ സ്റ്റാർട്ടപ്സ് ആൻഡ് പ്രൊജക്ട്സ് ഫോർ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ, ഇ-കൊമേഴ്സ്, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആൻഡ് സസ്റ്റൈനബിൾ എനർജി സൊല്യൂഷൻ.
These are some of the initiatives of green entrepreneurs. സോ ഇന്ന് നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് പറയുന്നത് കൂടുതലൊന്നുമില്ല. ഗ്രീൻ ബിസിനസ് എന്താ, ഈ മൊഡ്യൂളിൻ്റെ ഒരു ഷോർട്ടായിട്ട് തന്നെ നിങ്ങൾ എഴുതുക. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് 1 lecture. ഒരു ലെക്ചർ കൊണ്ട് തീരാവുന്ന പോർഷനേ ഉണ്ടായിരുന്നുള്ളൂ ഗ്രീൻ ബിസിനസ്. സോ യു വോണ്ട് ടു റൈറ്റ് വാട്ട് ഈസ് ഗ്രീൻ ബിസിനസ്, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഗ്രീൻ ബിസിനസ്, ആൻഡ് വാട്ട് ആർ ദി initiatives taken by India. These are the assignment topics for the day. That is, what is green marketing, what are the steps in green marketing, and what are the techniques, what are the methods in which initiatives taken by India. Green ബിസിനസ്സിന് വേണ്ടി ചെയ്ത ഇനീഷ്യേറ്റീവ്സ്. സോ 3 ടോപ്പിക്സ് ഉണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ അസൈൻമെൻറ്റ് ഇന്നത്തെ. ഓക്കെ, സോ ബൈ ടുഡേ നമ്മൾ മൊഡ്യൂൾ എൻഡ് ചെയ്തു. ഇറ്റ് ഈസ് വെരി സ്മോൾ മൊഡ്യൂൾ. ആകെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് എന്താണ് ഗ്രീൻ ഓൺടർപ്രണർഷിപ്പ്, ദെൻ what is included in that, what are the scope, then what are the characteristics, then how we can increase the profit and reduce costs, how we can capitalize competitive advantage, how we can make the world safer and healthier, how we can mitigate the risk and retain and attract for talent, and the steps in green. Then what are the difference between green business and traditional business, and also the Indian initiatives. വളരെ ചെറിയൊരു മൊഡ്യൂളായിരുന്നു അത്. ഓക്കെ, സോ റൈറ്റ് ദ അസൈൻമെൻറ്റ്സ് ആൻഡ് സബ്മിറ്റ് ബൈ ടുമോറോ. So by this, I can end my session. We can catch in next class with a new module. That is, I